സൂര്യനെ ആരാധിക്കുന്നതായി താൻ കണ്ടുവെന്ന് മരംകൊത്തിപ്പക്ഷി സുലൈമാൻ നബിയോട് പറഞ്ഞു. ബൽഖീസിന്റെ സൂര്യക്ഷേത്രത്തിന്റെ അവശിഷ്ടമാണിത്. തുബ്ബഅ രാജവംശത്തിൽപ്പെട്ടവളായിരുന്നു രാജ്ഞി. സൃഷ്ടിപൂജ ഒഴിവാക്കണമെന്നും പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ സർവേശ്വരനെ മാത്രമേ ആരാധിക്കാവൂ എന്നും ആ ദൈവത്തിന്റെ കൽപ്പനക്ക് കീഴടങ്ങിയ സത്യവിശ്വാസിയാകണമെന്നും ദൈവീകനാമത്തിൽ തുടങ്ങുന്ന കത്തിൽ സുലൈമാൻ അലൈഹിസ്സലാം അവരോട് ആവശ്യപ്പെട്ടു. ആ കത്ത് യമനിലെത്തിച്ചതും അതേ പക്ഷി തന്നെയായിരുന്നു. സൃഷ്ടിപൂജകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും കൂരിരുട്ടിൽ നിന്ന് ലോകരക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന സത്യവിശ്വാസത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നുവന്ന ക്യൂൻ ഷേബ എന്ന ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളാണ് യമനിലെ സബയിൽ നിങ്ങൾ കാണുന്നത്. രാജ്ഞി യമനിൽ നിന്ന് 2200 കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ജെറൂസലമിൽ സുലൈമാൻ നബിയുടെ അടുക്കലെത്തി. അതിനു മുമ്പ് തന്നെ രാജ്ഞിയുടെ കൊട്ടാരത്തിനുള്ളിലെ സിംഹാസനം അമാനുഷികതയിലൂടെ യമനിൽ നിന്ന് ജെറൂസലമിലെത്തിച്ചിരുന്നു. ജെറൂസലമിലെത്തിയ രാജ്ഞി പ്രഖ്യാപിച്ചു. അധ്യായം 27 നംൽ സൂക്തം 44. قالت رب إني ظلمت نفسي وأسلمت مع سليمان لله رب العالمين. എന്റെ രക്ഷിതാവേ, ഞാൻ എന്നോട് തന്നെ അന്യായം ചെയ്തിരിക്കുന്നു. ഞാനിതാ സുലൈമാനോടൊപ്പം ലോകരക്ഷിതാവായ അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഈ സംഭവം നടന്നത് BC 10-ാം നൂറ്റാണ്ടിലാണ്. മസ്ജിദുൽ അഖ്സ. മക്കയിലെ മസ്ജിദുൽ ഹറാം ഖിബലയാക്കുന്നതിന് മുൻപ് ഫലസ്തീനിലെ ജെറൂസലമിൽ സ്ഥിതി ചെയ്യുന്ന ഈ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞായിരുന്നു മുസ്ലിങ്ങൾ നമസ്കരിച്ചിരുന്നത്. മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് സുലൈമാൻ നബി നിർമ്മിച്ച ഈ മസ്ജിദുൽ അഖ്സ അഥവാ ബൈത്തുൽ മുഖദ്ദസ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇവിടെ എത്തിച്ച ശേഷമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശാരോഹണം അഥവാ മിഅ്റാജ് സംഭവിച്ചത്. അതേ സ്ഥാനത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർമ്മിച്ചതും പിന്നീട് ഉമവി ഖലീഫ അബ്ദുൽ മലിക് പുതുക്കി പണിതതുമായ സൗധമാണ് ഈ ഖുബ്ബത്തുസ് സഖ്റ അഥവാ ഡോം ഓഫ് ദി റോക്ക്. യൂനുസ് അലൈഹിസ്സലാം ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിൽ നിന്ന് 400 കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് നീനവ അഥവാ മൂസുൽ. ഈ ടൈഗ്രീസ് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന നീനവായിലെ പ്രവാചകനായിരുന്നു യൂനുസ് നബി. അദ്ദേഹത്തിന്റെ പ്രബോധനവും ഉപദേശവും ഈ നാട്ടുകാർ വകവെക്കാതായപ്പോൾ അവരുടെ മേൽ കോപിച്ചുകൊണ്ട് ഈ നീനവായിൽ നിന്ന് അദ്ദേഹം കപ്പലിൽ നാടുവിട്ടു. അപകടാവസ്ഥയിൽ കപ്പലിൽ നിന്ന് ഭാരം കുറക്കാൻ ചിലരെ പുറത്തെറിയേണ്ടി വന്നു. അതിനുവേണ്ടി നറുക്കിട്ടപ്പോൾ കിട്ടിയത് യൂനുസ് നബിയുടെ പേരായിരുന്നു. കടലിൽ എറിയപ്പെട്ട അദ്ദേഹത്തെ ഭീമാകാരമായ ഒരു മത്സ്യം വിഴുങ്ങി. അള്ളാഹുവിന്റെ സമ്മതം കിട്ടുന്നതിന് മുൻപ് നാടുവിട്ട അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് താൻ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ചു. രക്ഷിക്കാൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. മത്സ്യം അദ്ദേഹത്തെ വായിലൂടെ കരയിലേക്ക് പുറന്തള്ളി. 100,000-ൽ പരം ജനസംഖ്യയുള്ള തന്റെ ജനങ്ങളിലേക്ക് വീണ്ടും അദ്ദേഹം മടങ്ങിയെത്തി. ദൈവിക സന്ദേശം അംഗീകരിച്ച ജനങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചു. ധിക്കാരികളായിരുന്ന യൂനുസ് നബിയുടെ ജനതക്ക് ശിക്ഷയെക്കുറിച്ച് അള്ളാഹു താക്കീത് നൽകിയിരുന്നുവെങ്കിലും അവർ പശ്ചാത്തപിച്ചു മടങ്ങിയതിനാൽ ശിക്ഷ ഇറക്കാതെ രക്ഷിച്ചു എന്ന് അധ്യായം 10 സൂക്തം 98 അള്ളാഹു പറയുന്നുണ്ട്. മൂസുലിലെ ഈ പള്ളിക്ക് സമീപമാണ് യൂനുസ് നബിയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ദുൽഖർനൈൻ. അധ്യായം 18
അൽ കഹ്ഫ് 83 മുതൽ 99 വരെയുള്ള സൂക്തങ്ങൾ ദുൽഖർനൈനി എന്ന മഹാന്റെ ചരിത്രം വിവരിക്കുന്നു. യൂറോപ്യൻ രാഷ്ട്രമായ സോവിയറ്റ് ജോർജിയയുടെ തലസ്ഥാനമായ തിബിലിസി പട്ടണമാണ് ഇത്. BC 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ദുൽഖർനൈനിയുടെ ജനത ജീവിച്ച പ്രദേശങ്ങളാണ് ഇവ. നൂഹ് നബിയുടെ മകനായ യാഫിസിന്റെ സന്തതികളാണ് യഅ്ജൂജ് മഅ്ജൂജ് വംശക്കാർ. യഅ്ജൂജിന്റെ വംശം താർത്താരികൾ എന്നും മഅ്ജൂജിന്റെ വംശം മംഗോളിയർ എന്നും അറിയപ്പെട്ടു. തെബിലീസിയിൽ നിന്ന് കൊക്കേഷ്യൻ പർവ്വതനിരയിലെ ദാരിയാൽ മലയിടുക്കിലേക്കുള്ള റോഡിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ദാരിയാലിനപ്പുറത്ത് ജീവിച്ചിരുന്ന യഅ്ജൂജ് മഅ്ജൂജിലെ അപരിഷ്കൃതരും ക്രൂരന്മാരുമായ ഗോത്രവർഗക്കാർ ദാരിയാൽ മലയിടുക്കിലൂടെ വന്ന് കാക്കസസിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ കൊള്ള നടത്താറുണ്ടായിരുന്നു. ഇക്കാര്യമാണ് തെബിലിസി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി പ്രൊഫസർ ഡോക്ടർ ദണ്ഡവി ഡുണ്ടുവ പറയുന്നത്. Yes, there are some parts, but the most important part was this part, because most aggressive tribes were living beyond this part. അവരുടെ കൊള്ളയിൽ നിന്ന് തങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് അക്കാലത്ത് ഈ ജോർജിയൻ പ്രദേശത്ത് ജീവിച്ചിരുന്ന ആളുകൾ അവരുടെ രാജാവായ ദുൽഖർനൈനിയോട് ആവശ്യപ്പെട്ടു. സൈറസ് എന്ന പേർഷ്യൻ ചക്രവർത്തിയാണ് ദുൽഖർനൈനി എന്നതാണ് പ്രബലമായ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞു, അധ്യായം 18 അൽ കഹ്ഫ് സൂക്തം 96, آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا. എനിക്ക് നിങ്ങൾ ഇരുമ്പ് കട്ടികൾ കൊണ്ടുവരൂ. അങ്ങനെ ആ പർവ്വത പാർശ്വങ്ങളുടെ ഇടസമമാക്കി തീർത്തിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തീ കൊണ്ട് ഊതുവിൻ. അത് ചുട്ടുപഴുത്ത് തീ ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചെമ്പ് ദ്രാവകം കൊണ്ടുവരൂ, ഞാൻ അതിന്മേൽ ഉരുക്കി ഒഴിക്കാം. ദുൽഖർനൈനി കെട്ടിയ മതിൽ തെബിലിസിയിൽ നിന്ന് റഷ്യൻ സംസ്ഥാനമായ ഒസറ്റിയയിലേക്കുള്ള ഈ റോഡിൽ ദാരിയാൽ മലയിടുക്കിലായിരുന്നുവെന്നതാണ് പ്രമുഖ വ്യാഖ്യാനം. ആ മതിൽ ഭദ്രമായിരുന്നതിനാൽ യഅ്ജൂജ് മഅ്ജൂജിന്റെ കൊള്ളയിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെട്ടു. പിൽക്കാലത്ത് ആ മതിൽ നിശേഷം തകർക്കപ്പെട്ടതിനാൽ ഇപ്പോൾ ദാരിയാലിൽ മതിൽ നിലവിലില്ല. ലോഹമതിൽ നിർമ്മിക്കാനുള്ള തന്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ജനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തിയ ദുൽഖർനൈനിയുടെ നാമം ദൈവിക ഗ്രന്ഥത്തിലൂടെ അന്ത്യനാൾ വരെ അള്ളാഹു നിലനിർത്തി. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വിജ്ഞാനം നേടിയവർ ദുൽഖർനൈനിയുടെ മാതൃക പിന്തുടരുക. സമൂഹത്തിന്റെ പുരോഗതിക്കായി വിജ്ഞാനം ഉപയോഗിക്കുക. ഇരുലോകത്തിലും നേട്ടം കൈവരിക്കുക. പിൽക്കാലത്ത് ദാരിയാലിൽ നിർമ്മിക്കപ്പെട്ട ഒരു കൽമതിലിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണപ്പെടുന്നു. ഈസ അലൈഹിസ്സലാം അഥവാ യേശുക്രിസ്തു ബത്ലഹേം ദൈവദൂതനായ ഈസ അലൈഹിസ്സലാം അഥവാ യേശുക്രിസ്തു ജനിച്ചതായി വിശ്വസിക്കപ്പെടുന്നത് ഇവിടെയാണ്. അദ്ദേഹത്തെ ദൈവം പരലോകത്ത് വിചാരണ ചെയ്യുന്ന രംഗം ഖുർആൻ ഇങ്ങനെ വിവരിക്കുന്നു. അധ്യായം 5 മായിദ 116-117 വചനങ്ങളിൽ വിവരിക്കുന്നു. മറിയമിന്റെ മകനായ യേശു
ദൈവത്തിനു പുറമെ എന്നെയും എന്റെ മാതാവിനെയും ദൈവങ്ങളാക്കിക്കൊള്ളുവിൻ എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? അദ്ദേഹം പറയും, നീ എത്ര പരിശുദ്ധൻ. എനിക്ക് പറയാൻ യാതൊരു അവകാശവുമില്ലാത്തത് ഞാൻ പറയാവതല്ലോ. ഞാനത് പറഞ്ഞിരുന്നുവെങ്കിൽ